ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇവൻ ഗിവൺ ദ വേർഡ്ലെസ് സർപ്രൈസർ ക്ലാസ് ആക്ച്വലി ദ സ്ട്രോങ്സ്റ്റ് എന്ന ആൻമിയുടെ എപ്പിസോഡ് നമ്പർ 1 ആണ്. ഈ കഥയുടെ പ്ലോട്ട് എന്നാൽ ഒരു വീക്കസ്റ്റ് ആയുള്ള ഒരുത്തൻ അവൻ്റെ ടീമിലുള്ളവർ തന്നെ അവനെ ഒരു ഡഞ്ചനിൽ ഉപേക്ഷിക്കും. പിന്നീട് അവിടെ നിന്ന് അവനെ ഒരാൾ രക്ഷിക്കും. പിന്നീട് അവൻ സ്ട്രോങ്ങസ്റ്റ് ആവാൻ നടത്തുന്ന ഒരു ജേണിയാണിത്. സോ എപ്പിസോഡിലേക്ക് പോവാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരാൾ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ചാടാൻ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അവൻ ചാടുമ്പോൾ ചിന്തിക്കുന്നുണ്ട്, എന്തിനാണ് ഞാൻ ജനിച്ചത്? അവസാനം എനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ഞാൻ ഒന്നും നേടിയില്ല, എല്ലാത്തിനും അവസാനമായി, എനിക്ക് ഉറപ്പാണ് ഇതൊരു വേഴ്സ് ലൈഫാണ്. അങ്ങനെയൊക്കെ ചിന്തിച്ച് അവൻ വീഴും. പിന്നീട് കാണിക്കുന്നത് ഒരാൾ എലിയോട് ഫൈറ്റ് ചെയ്യുന്നതാണ്. അവിടെ ഒരു പെണ്ണ് നിൽക്കുന്നുണ്ട്. അവൾ എന്തൊക്കെയോ മന്ത്രങ്ങൾ പറയുമ്പോൾ അവളുടെ കയ്യിലുള്ള ബോൾ പ്രകാശിക്കും. അവിടെ നമ്മൾ നേരത്തെ കണ്ടവനും ഉണ്ടായിരിക്കും. ഫൈറ്റ് ചെയ്യുന്നവൻ ഒരു അറ്റാക്ക് വെച്ച് അതിനെ മുറിവേൽപ്പിക്കും. ജോലൻ എന്നായിരിക്കും അവളുടെ പേര്. അവൻ നിൻ്റെ സ്പെല്ല് യൂസ് ചെയ്യാൻ പറയും. അവൾ എന്നിട്ട് ഫയർബോൾ എന്നൊരു അറ്റാക്ക് യൂസ് ചെയ്യുമ്പോൾ ആ എലി അവിടെ നിന്ന് കത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും. അവൻ അതെൻ്റെ സ്കില്ലാണെന്ന് പറയും. അവൾ അപ്പം എൻ്റെ മാജിക്കോ? നമ്മുടെ രണ്ടുപേരുടെയും മാജിക് നല്ലതാണെന്ന് അവൻ പറയുമ്പോൾ അവളും അത് ശരിവയ്ക്കും. അപ്പം നമ്മുടെ ഹീറോ നോക്കിയിട്ട് റബിഷ് പിക്കർ എന്ന് വിളിക്കും. ഞാൻ റബിഷ് പിക്കർ ഒന്നുമല്ല, എൻ്റെ പേര് ഇന്നെന്നാണ്. അവൻ പെട്ടെന്ന് അവിടെ തടഞ്ഞു വീഴും. മറ്റവൻ ഹീറോനെ ചീത്ത പറയും. ജോലൻ പറയും, നമ്മൾ ഹൈ കോമേഴ്സാണ്, ഇവൻ ലോ കോമണർ ആണെന്ന് പറഞ്ഞ് അവൾ അവനെ നോക്കി കളിയാക്കും. അതിലും വലിയ കാര്യമുണ്ടെന്ന് ഇന്ന് പറയും. അവനെ അവർ അപ്രൈസർ എന്ന് വിളിക്കും. അതിൻ്റെ കാര്യം കഴിഞ്ഞു. അവൻ ഓക്കെ, അവൻ്റെ ജോബ് അപ്രൈസർ ആണ്, അതൊരു ലോ കോമണർ ജോബാണ്. അപ്പം അവനൊരു കാര്യം പറയും. അവർക്ക് എന്ത് ജോലിയാണ് കൊടുക്കേണ്ടത് എന്ന് പറയുന്നത് അവർ ജനിക്കുന്ന നേരമുള്ള വെളിച്ചത്തിൻ്റെ ദൈവത്തിൻ്റെ അനുസരിച്ചായിരിക്കും. ഡാർക്ക്നെസ് ഗോഡ്, അതാണ് സ്കില്ല്. ആ സ്കില്ല് വെച്ചാണ് വാരിയേഴ്സ് എബിലിറ്റീസ് ജോബ് ഒക്കെ ജീവിതകാലം മുഴുവൻ ഫിക്സ് ചെയ്യുന്നത്. റെയർ ക്ലാസ്, ഹൈ ക്ലാസ്, ലോ ക്ലാസ് എന്നീ 3 വിഭാഗങ്ങളുണ്ട്. റെയർ ക്ലാസ്സിലാണ് ടോപ്പ്. അതിലാണ് ആരോഗ്യമുള്ള മെർച്ചൻസും മിലിറ്ററിയും ഉണ്ടാവുക. നടുവിലുള്ള ക്ലാസ്സാണ് ഹൈ കോമൺ. അതിൽപ്പെട്ടതാണ് സോയിഡും ജോലനുമൊക്കെ. അതിൽ സോഴ്സ്മാനും മേജേഴ്സും ആയിരിക്കും ഉണ്ടാവുക. അവസാനമുള്ളതാണ് ലോ കോമൺ. അതിൽ ഫാർമേഴ്സും അപ്രൈസേഴ്സും ആണുള്ളത്. മിക്കവരും ഫാർമേഴ്സ് ജോബ് ഉണ്ടാവുക. കുറച്ച് നേരത്തെ തന്നെ എൻ്റെ പാരൻസിനെ എനിക്ക് നഷ്ടപ്പെട്ടു. എൻ്റെ ലക്ഷ്യം മറ്റൊന്നാണ്, കോമണേഴ്സ് ആവുക. അതാണ് അഡ്വഞ്ചേഴ്സിൻ്റെ വഴി. അതാണ് എൻ്റെ ലക്ഷ്യം. എന്നിട്ട് പ്രസൻറ്റ് കാണിക്കും. അതിൽ അപ്രൈസർ എന്ന് പറഞ്ഞ് ആ റാറ്റിനെ അനാലിസിസ് ചെയ്യും. എന്നിട്ട് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പറയും. അതൊരു എഫ് റാങ്ക് ലോവസ്റ്റ് റാങ്ക് ജെയിൻറ്റ് റാറ്റാണ്. പക്ഷേ ഇതിൻ്റെ മുമ്പിലത്തെ പല്ല് ഡി റാങ്ക് ആണ്. എന്നിട്ട് അതിൻ്റെ പല്ല് പൊട്ടിക്കാൻ നോക്കുമ്പോൾ അവനതിനെ കൊണ്ട് കഴിയില്ല. മറ്റവൻ ഇനിയും സമയം പിടിക്കുമോ എന്ന് ചോദിക്കും. അപ്പം അവൻ പറയും, നിങ്ങൾ ഇതിൻ്റെ വായ് തുറന്ന് പിടിക്കും, ഞാൻ അപ്പം പല്ല് പറിക്കാം. ഞാനൊന്നും എലികളെ പിടിക്കുകയില്ല. മറ്റവൾ പറയും, അത് നിൻ്റെ പണിയാ, അത് നീ നോക്കിയാൽ മതി. അവൻ എന്നിട്ട് ഹീറോയ്ക്ക് നേരെ ഒരു കല്ലെറിയും. എന്നിട്ട് അവനെ അടിക്കും. അവൻ തെറിച്ചു പോവും. അവൾ പറയും, ഞങ്ങൾക്ക് നിന്നെ സേഫ് ആക്കാൻ റിസ്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവനെ വഴക്ക് പറയുമ്പോൾ അവൻ സോറി പറഞ്ഞ് ഈ ലോകം ശരിയല്ലെന്ന് ചിന്തിക്കും. എന്നിട്ട് അവൻ ആ എലിയുടെ പല്ല് വലിച്ചൂരും. അവനെ അറപ്പോടെയായിരിക്കും നോക്കിക്കാണുന്നത്. അവനൊരു കത്തി വെച്ചായിരിക്കും അത് ഊരിയെടുക്കുക. മാജിക്കൽ ടൂൾസ് ഒന്നും ഇല്ലായിരിക്കും. ഞാനിവിടെ നിന്നെ കൂട്ടിയതിന് ഒരു കാരണമേയുള്ളൂ. അത് ഞങ്ങളുടെ മാജിക് ബാഗിന് ഒരു കുഴപ്പവും പറ്റാതിരിക്കാനാണ്. അതിന് നന്ദി റബിഷ് പിക്കർ എന്ന് പറഞ്ഞ് ഹീറോനോട് വേഗം വരാൻ പറഞ്ഞ് അവർ അവിടുന്ന് പോവും. അവൻ ചിന്തിക്കും, ഇങ്ങനെയാണ് അവരെന്നെ ട്രീറ്റ് ചെയ്തത്. എനിക്ക് ഇതിനെ സാധിക്കൂ, എന്നാലേ ഈ ലോകത്ത് സർവൈവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് ചിന്തിച്ച് അവരുടെ പുറകെ പോകും. അവർ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ക്രീച്ചറിനെ കാണും. എന്നിട്ട് ഹീറോയോട് മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ പറയും. ഈ മോൺസ്റ്റർ ഇവിടെ തന്നെ ഉള്ളതാണ്, എനിക്ക് എന്തോ സ്ട്രേഞ്ചായി ഫീൽ ചെയ്യുന്നു എന്ന് പറയും. മറ്റവൻ നിർത്തടാ എന്ന് പറഞ്ഞ് അവനെ ചവിട്ടും. ഇനി ഒരക്ഷരം മിണ്ടിയാൽ നിൻ്റെ ജോലി പോകുമെന്ന് പറയും. മറ്റവൾ, നമ്മൾ ലക്കിയാണ്, ഇതിൻ്റെ മെറ്റീരിയൽസിന് നല്ല പ്രൈസ് കിട്ടുമെന്ന് പറയും. അവനും അത് ശരിവയ്ക്കും. നമുക്ക് ഇതുകൊണ്ട് അടിച്ചു പൊളിക്കാം. എന്നിട്ട് അവർ രണ്ടുപേരും കെട്ടിപ്പിടിക്കും. ഇനി ആ മോൺസ്റ്ററിൻ്റെ അനാലിസിസ് ചെയ്യുമ്പോൾ അതൊരു സി റാങ്ക് മോൺസ്റ്റർ ആയിരിക്കും. മെറ്റീരിയൽ ഹൈ ക്വാളിറ്റി ഷാർപ്പ് ബ്ലേഡ് ആയിരിക്കും. ബി റാങ്ക് ആണത്. എന്നിട്ട് അത് അങ്ങ് എടുക്കും. അവൻ നടന്നു
പോകുമ്പോൾ പിന്നെയും അതുപോലൊരു ജീവിയെ കാണും. അവൻ ഷോക്കായിട്ട് ഇവിടെ എന്തോ തെറ്റായി നടക്കുന്നുണ്ടെന്ന് പറയും. ഗൈഡ് പറഞ്ഞത് ഈ മാപ്പിൽ ഒരു വഴിയേ ഉള്ളൂ എന്നാണ്. അവൻ പറയും, എന്നാൽ മാപ്പ് തെറ്റായിരിക്കും, നിർത്ത്, അതെനിക്കൊരു വിഷയമേ അല്ലെന്ന് പറയും. അവൻ അങ്ങനെയല്ല, നമുക്ക് തിരിച്ചു പോകാമെന്ന് പറയും. അവർ സമ്മതിക്കില്ല. അവർ നീ തനിച്ച് പോയാൽ മതി എന്ന് പറയും. പക്ഷേ ബാഗ് അവിടെ വെക്കാൻ പറയും. നീ ഇവിടുന്ന് പോയാൽ നിനക്ക് ഒരു പൈസയും തരില്ല, അതുകൊണ്ട് നീ വരുന്നോ പോന്നോ എന്ന് ചോദിക്കും. അവൻ നിസ്സഹായനായി നിൽക്കും. എന്നിട്ട് ഒരു കാര്യം ചിന്തിക്കും, ആരും എന്നെ അധികവും കൂടെ കൂട്ടാറില്ല, ഇതാണ് എൻ്റെ അവസാനത്തേത്, ഇതൊരു അൺലക്കി ജോബാണ്, പൈസയുടെ ബുദ്ധിമുട്ടൊക്കെ കാരണം ഞാൻ കൂടെ വരാമെന്ന് പറയും. അവൾ, എനിക്കറിയാം നീ ഇതാണ് പറയുന്നതെന്ന് അവൾ അവനോട് പറയും. അവൾ ഈ ലോകം വൃത്തികെട്ടതാണെന്ന് ചിന്തിക്കും. പിന്നീട് കാണിക്കുന്നത്, അവർ നടന്നു പോകുമ്പോൾ ആ വഴിയിൽ ഒരുപാട് അതുപോലെയുള്ള മോൺസ്റ്റേഴ്സ് നിൽക്കുന്നു. അവർ ഇതെന്താ സ്വപ്നമാണോ എന്ന് പറയുമ്പോൾ ഹീറോ, ഇവിടെ എന്തോ തെറ്റായി ഉണ്ട്, ആരാണ് ഇതിറ്റിങ്ങളെയെല്ലാം കൊന്നത്, അഡ്വഞ്ചറിൽ അവർ എന്തുകൊണ്ട് അതിൻ്റെ മെറ്റീരിയൽസ് കളക്ട് ചെയ്തുകൂടാ, സോയിഡ് നിർത്താൻ പറയും. ഹീറോ സോയിഡിനോട് തിരിഞ്ഞു നോക്കാൻ പറഞ്ഞ് നോക്കുമ്പോൾ കുറേ കണ്ണുകൾ, പതിയെ ആ ജീവികൾ പുറത്തു വരും. സോയിഡ്, ഇവിടെ എന്താണ് നടക്കുന്നത്? ഹീറോ, ഇത് കുറേ ഉണ്ടല്ലോ. അവൾ ചോദിക്കും, നമ്മൾ എന്താണ് ഇനി ചെയ്യുക? എനിക്ക് ഉറപ്പില്ല ഇവയെല്ലാം ബീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന്. ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഓടിക്കോ, ഇത് കുറേയുണ്ട്, വീൺ ചെയ്യാൻ പറ്റില്ലെന്ന് സോയിഡും പറയും. സോയിഡ് പാരലൈസ് സ്പെല്ല് ഇന്നിന് നേരെ യൂസ് ചെയ്യാൻ പറയും. അവൻ, എന്താണ് നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കും. അവൾ സോറി പറഞ്ഞ് പാരലൈസ് സ്പെൽ അവന് നേരെ യൂസ് ചെയ്യുമ്പോൾ അവൻ നിലത്ത് വീഴും. ഇത് കുറേ നേരം അങ്ങനെ തന്നെ നിൽക്കുമെന്ന് അവൻ പറയും. അതുകൊണ്ട് ഓടാൻ പറ്റുകയില്ല. സോയിഡ് അതിഥികളെ വിളിച്ച് നിങ്ങളെ ഫുഡ് ഇതാന്ന് പറഞ്ഞ് ഇന്നിനെ കാണിച്ച് അവർ അവിടുന്ന് ഓടിപ്പോവും. അവൻ പോവല്ലേ, എന്നെ രക്ഷിക്ക് എന്ന് പറഞ്ഞ് കരയും. ആ മോൺസ്റ്റേഴ്സ് ഒക്കെ ഇന്നിന് മേലെ ചാടിക്കിടക്കും. അപ്പോഴാണ് അവനൊരു കാര്യം ശ്രദ്ധിച്ചത്. വേദന കാരണം പാരലൈസ് സ്പെല്ലിൽ നിന്ന് അവൻ പുറത്ത് കടന്നു. അവനൊരു കല്ലെടുത്ത് അതിഥികളെ അടിച്ചു മാറ്റും. ബാഗിൽ നിന്ന് ഒരു ആപ്പിൾ വീഴുമ്പോൾ അവരത് തിന്നും. ഇതാണ് എൻ്റെ ചാൻസ്, എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞ് നടന്നു പോകുമ്പോൾ ആ വഴി ബ്ലോക്കായിട്ടുണ്ടാവും. അവൻ, ഞാനിവിടെ പെട്ടുപോയോ എന്ന് പറയുമ്പോഴായിരിക്കും അപ്പുറത്തൊരു വഴി കാണുക. അവൻ അതിലൂടെ നടന്നുപോയി എത്തിയത് നമ്മൾ എപ്പിസോഡിൻ്റെ ഓപ്പണിങ്ങിൽ കണ്ട സ്ഥലത്തായിരിക്കും. അപ്പോൾ ആ മോൺസ്റ്റേഴ്സിൻ്റെ ശബ്ദം അടുത്തു കേൾക്കും. അവൻ മനസ്സിലായി, അത് ഇങ്ങോട്ട് വരുന്നുണ്ട്, ഇത് തിന്നുകയാണെന്നതിനേക്കാൾ ചാടി മരിക്കുന്നതാണ് എന്ന് പറയും. നല്ലത്, ഞാൻ ജനിച്ചത് തന്നെ അൺലക്കി ആയിട്ടാണ്, അതിൽ നിന്നെല്ലാം എനിക്ക് രക്ഷപ്പെടാം, ഇതൊരു അഡ്വഞ്ചറാണ്. സോയിഡിനെ ഫൂളാക്കിയേ പോയി എന്നെ ഒറ്റക്കാക്കി ഇവിടെ, എനിക്ക് തിരിച്ച് അവരോട് ഫൈറ്റ് ചെയ്യാൻ പറ്റുകയില്ല, അവനൊരു അപ്രൈസറാണ്, എല്ലാം ഇവിടെ അവസാനിച്ചു എന്ന് പറഞ്ഞ് ചാടും. ഇതായിരിക്കും നമ്മൾ ഓപ്പണിങ്ങിൽ കണ്ടത്. എൻ്റെ നശിച്ച ജീവിതം, എന്നെ എല്ലാവരും ട്രീറ്റ് ചെയ്തത് ഒരു റബ്ബിഷ് സ്പീക്കറായിട്ടാണ് എന്നൊക്കെ ചിന്തിച്ച് അവൻ മറഞ്ഞു പോകും. അവിടുന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നത് ഹീറോയെയാണ്. അവനൊരു സ്ഥലത്ത് എത്തിപ്പെട്ടിട്ടുണ്ടാവും. അവിടേക്ക് ഒരു പെണ്ണ് നടന്നു വരുന്നുണ്ടാവും. അവൾ ഹീറോയുടെ അടുത്ത് വന്നിട്ട് അവൻ്റെ നെറ്റിയിൽ ഒരു കിസ് ചെയ്യുമ്പോൾ അവൻ സാവധാനം കണ്ണു തുറക്കും. അവന് അവൾ ആരാണെന്ന് അറിയില്ലായിരിക്കും. അവനൊരു മരത്തെ ആയിരിക്കും നോക്കുക. അവൻ്റെ ദേഹത്തുള്ള മുറിവൊക്കെ ഹീലായിട്ടുണ്ടാവും. അവൻ, ഞാൻ മരിച്ചില്ലേ, എൻ്റെ മുറിവൊക്കെ ആര് ഹീൽ ചെയ്തു എന്ന് പറഞ്ഞ് എണീക്കും. അവനൊരു പ്രത്യേക സ്ഥലത്തായിരിക്കും ഉണ്ടാവുക. പെട്ടെന്ന് അവൻ്റെ മുകളിൽ വെള്ളത്തുള്ളികൾ വീഴും. അവൻ അതിൻ്റെ അപ്രൈസ് ചെയ്ത് നോക്കുമ്പോൾ അതൊരു എസ്ട്രാങ് ഡ്രോപ്സ് ആയിരിക്കും. അതായിരിക്കും അവൻ്റെ മുറിവുകൾ ഹീൽ ചെയ്തത്. ആ മരത്തെ അപ്രൈസ് ചെയ്ത് നോക്കുമ്പോൾ അതും എസ്ട്രാങ് ആയിരിക്കും. ആ മരത്തിൻ്റെ പേര് കേട്ട് അവൻ ഷോക്കാവും. ഇത് ഒന്നേയുള്ളൂ ഈ ലോകത്ത്, മാജിക്കൽ എനർജി ഉണ്ടാവുന്നത് സ്വന്തം ബോഡിയിലെ മാന അബ്സോർവ് ചെയ്താണ്. ഈ മരമാണ് മാന പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് പണ്ട് ഉണ്ടായിരുന്നു, പക്ഷേ അത് വാടിപ്പോയി, അത് ഡിസപ്പിയർ ആയി. മാനയും കുറഞ്ഞു വന്നു. അതിനെ കണ്ടുപിടിക്കാൻ കുറേ ആളെ അയച്ചു, പക്ഷേ ഒരു പ്രയോജനവും ഉണ്ടായില്ല. അവർ കുറേ നോക്കിയിട്ടും ഈ മരത്തെ കാണാനായില്ല. ഇപ്പം ഈ ഡഞ്ചനിൽ ആണ് ഇതുള്ളത്. അതിനോട് നീയാണ് എൻ്റെ ജീവിതം രക്ഷിച്ചത്, നന്ദി പറയും. അപ്പോഴായിരിക്കും അവനൊരു ശബ്ദം കേൾക്കുക. അതെന്താ അത് എന്ന് നോക്കി അവൻ്റെ ഇമാജിനേഷൻ
ആണോ എന്ന് പറയും. ഇവിടുന്ന് പോവണം, ഇവിടെ മോൺസ്റ്റേഴ്സ് ഒന്നും വരില്ല, ഇവിടെ ഇരുന്നാലോ അവർ അവനെ അവിടെയാക്കി പോയത് ഓർമ്മിക്കും. എന്നിട്ട് പറയും, ഞാൻ വിചാരിച്ചു അവരെന്നെ രക്ഷിക്കുമായിരുന്നു എന്ന്. പിന്നെ ഇവിടെ ഫുഡൊന്നുമില്ലല്ലോ, ഞാൻ മരണത്തിലേക്കാണ് പോകുന്നത്, പക്ഷേ എനിക്ക് എസ്കേപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് എന്നെ രക്ഷിച്ചതിന് നന്ദി, പിന്നെ കാണാമെന്ന് പറഞ്ഞ് പോവും. അവിടെ ഹീറോനെ കിസ് ചെയ്ത പെണ്ണുണ്ടാവും. പക്ഷേ ഹീറോ അവളെ കാണില്ല. അവൻ ആ വാതിലിൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട്, ഇതിൻ്റെ മാപ്പ് എൻ്റെ കയ്യിലില്ല, അറിയാത്ത സ്ഥലമാണ്, ആ ജീവികൾ സ്ട്രോങ് ആണ്. അവൻ എന്നിട്ട് അവനെ തന്നെ അടിക്കും. പേടിയുണ്ട്, പക്ഷെ ചെയ്തേ പറ്റുമെന്ന് പറയും. പിന്നീട് ഒരു കല്ലും എടുത്തു അവിടുന്ന് പോകും. ഇവിടെ മോൺസ്റ്റേഴ്സിനൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് റിലീഫ് ആകുമ്പോഴായിരിക്കും അവൻ്റെ ചെവി മുറിഞ്ഞ് വീഴുക. അവൻ അത് എടുക്കാൻ പോകുമ്പോൾ അവൻ്റെ 2 വിരലും അറ്റ് വീഴും. അവൻ വേദന കൊണ്ട് നിലവിളിക്കും. അപ്പം ഒരാൾ വാളും പിടിച്ച് നിൽക്കുന്നുണ്ടാവും. അവൻ അപ്രൈസ് ചെയ്ത് നോക്കുമ്പോൾ ജെർമിൻ എന്ന റാങ്ക് സ്മോൾ ടീമൻ ആയിരിക്കും. ചെറിയ അറ്റാക്സ് ആണെങ്കിലും നല്ല സ്പീഡാണ് എന്ന് കാണിക്കും. അവൻ ഷോക്കാവും. നേരത്തെ വന്നത് ബീറാങ്ക് ആയിരുന്നു. ആ മോൺസ്റ്റർ ഓടി വന്ന് ഹീറോനെ കുറേ മുറിവേൽപ്പിക്കും. അവൻ ഓടാൻ നോക്കുമ്പോൾ അത് അവൻ്റെ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ അത് സ്റ്റക്കായി നിൽക്കും. എന്നിട്ട് അതിനെ ചവിട്ടി ഒരു മോൺസ്റ്റർ കൊല്ലും. അവനതിനെ അപ്രൈസ് ചെയ്ത് നോക്കുമ്പോൾ റാങ്ക് ആയിട്ടുള്ള ഒരു ജയൻറ്റ് ബിയർ ആയിരിക്കും. അവനതിനെ കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ അത് അവനെ അറ്റാക്ക് ചെയ്യും. അതിൻ്റെ നഖങ്ങൾ ഉപയോഗിച്ച് ഹീറോനെ വെട്ടും. അവൻ്റെ കണ്ണും പോയിട്ടുണ്ടാവും. അവനെ അത് പിടിച്ച് ഞെക്കി കൊല്ലാനാവും. അവൻ്റെ വായിൽ നിന്ന് ചോര പുറത്തേക്ക് വരും. അത് അവന് തിന്നാൻ വേണ്ടി വായി തുറക്കും. അവനിത് ശരിയല്ല എന്ന് പറയും. പെട്ടെന്ന് അവിടെ മൊത്തം ചോര തെറിക്കും. ഒരാൾ വന്നിട്ട് അതിനെ കൊല്ലും. എന്നിട്ട് ഹ്യൂമൻസിനെ ഹെൽപ്പ് ചെയ്യണമെന്ന് എനിക്കില്ല, പക്ഷെ നിന്നെ ഇഷ്ടപ്പെട്ടു, തെറ്റായ ഐഡിയ ആണ് കിഡ് എന്ന് പറയും. അവനത് ആരാ എന്ന് മനസ്സിലാവില്ല. അവിടുന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നത് ആ മരത്തിന് ചുവട്ടിൽ ഹീറോയിനെയാണ്. അവൻ എണീറ്റ് എൻ്റെ മുറിവുകൾ കണ്ണ് എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ കാണുന്നത് ആ പെണ്ണിനെ ആയിരിക്കും. അവൻ്റെ ഒരു കണ്ണിൻ്റെ നിറം നീലയായിട്ടുണ്ടാവും. അവൻ അവളുടെ ഭംഗിയിൽ മയങ്ങിപ്പോയി. ഫെയറിയെ പോലെയുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നതോടെ എപ്പിസോഡ് 1 എൻഡ് ആവുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചാനൽ സബ്സ്ക്രൈബും ചെയ്യേണ്ടതാണ്. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.